ഹായ്. അപ്പോൾ നമ്മുടെ മഴക്കാലമാണ് അല്ലേ? മഴക്കാലമാണ്, അതുപോലെ തന്നെ ജൂലൈ മാസം ആവാനായി. അപ്പോൾ ജൂലൈ മാസത്തിൽ നമുക്ക് ചെടികളുടെ പ്രത്യേകം കെയർ കൊടുക്കേണ്ട ഒരു ടൈമാണ് കേട്ടോ. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് പല സമയത്തും മഴ കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് വെയിൽ കിട്ടുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി പൂക്കാനും കായ്ക്കാനൊക്കെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണോ വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്യൂട്ടി ടിപ്സ്, കിച്ചൺ ടിപ്സ്, അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനലിൽ കയറി നോക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ ജൂലൈ മാസത്തിൽ നമുക്ക് വെയിൽ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് രോഗങ്ങൾ നമുക്ക് ചെടികൾക്ക് വരും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കത് പൂക്കാനും കായ്ക്കാനൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ പലർക്കും തോന്നുന്നതാണ് മഴക്കാലത്ത് നന്നായി ചെടികൾ വളരുന്നത്. പക്ഷേ നമ്മൾ കൃത്യമായി നമ്മൾ വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വെച്ചാൽ മാത്രമേ അത് നല്ല രീതിക്ക് പൂക്കാനും കായ്ക്കാനും ഒക്കെ തുടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ തക്കാളിയൊക്കെ വെച്ചാൽ നമ്മളിതുപോലെ മസ്റ്റായിട്ടും നമ്മൾ രോഗങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് സ്യൂഡോമോണസ് ഞാൻ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താണ്. പിന്നെ അതുമാത്രമല്ല, ഞാൻ കഞ്ഞിവെള്ളത്തിൽ നീം ഓയിൽ ഒഴിച്ചതിന് ശേഷം അല്പം ലിക്വിഡ്, നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡും ഒരല്പം സോഡാപ്പൊടിയും കൂടി ഒഴിച്ചിട്ട് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് ചെടികളിൽ പല അസുഖങ്ങളും വരാതെ സംരക്ഷിക്കാൻ പറ്റിയാൽ തന്നെ നമുക്ക് നന്നായി ചെടികൾ കായ്ക്കാനും പൂക്കാനൊക്കെ തുടങ്ങും കേട്ടോ. മസ്റ്റായിട്ട് നമ്മൾ ഇത് ആഴ്ചയിൽ ഒരു തവണ മഴക്കാലത്ത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പം ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ എല്ലാവിടെയും ഇലകളിലും പൂക്കളിലും എല്ലാത്തിലും നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഇതേപോലെ നല്ല ആരോഗ്യത്തോടെയുള്ള ചെടികളും കായ്കളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ പ്രത്യേകിച്ച് നല്ലോണം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്ഥലമില്ലാത്തവരാണ് വെച്ച് നമ്മൾ ടെറസിൻ്റെ മുകളിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതേപോലെ വഴുതനങ്ങ എനിക്ക് ആഴ്ചയിൽ 3-4 വെച്ച് കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ ചീരയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീരയൊക്കെ ഞാനിത് 2-3 പ്രാവശ്യം വിളവെടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് ചീരയൊക്കെ. അപ്പോൾ ചീരയുടെ വീഡിയോസ് ഞാൻ കൃത്യമായിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം ഞാൻ എൻ്റെ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർക്ക് കയറി കാണുക. പിന്നെ അതേപോലെ തന്നെ ഇത് വെണ്ടയ്ക്കയാണ്. അപ്പോൾ നമുക്ക് നന്നായി ചെയ്യാൻ പറ്റുന്ന, അതായത് ജൂലൈ മാസത്തിൽ നല്ലോണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ വെണ്ടയ്ക്ക. ഇതിൽ പെട്ടെന്ന് കീടങ്ങളുടെ ശല്യങ്ങൾ ഒന്നും വരാറില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് വളരാനും അതുപോലെ നല്ലോണം നമുക്ക് കായ്കൾ കിട്ടാനും വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. ഏകദേശം ഒരു 10 ചെടി ഉണ്ടെങ്കിൽ ഡെയിലി നമുക്ക് ഒരു 10 വെണ്ടയ്ക്കെങ്കിലും നമുക്ക് ഈ ചെടിയിൽ നിന്ന് ഓരോന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെയാണ് നമുക്ക് കയ്പ്പയ്ക്ക. അപ്പോൾ നമുക്ക് കയ്പ്പയ്ക്ക ചെടി വയ്ക്കുന്നതും ഏറ്റവും നല്ലതാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ രോഗങ്ങൾ വരാൻ ചാൻസ് കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതലും കെയർ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് ചീര നമുക്ക് മഴക്കാലത്ത് കിട്ടുന്നത് വളരെ കുറവായിരിക്കും. നമ്മളത് എങ്ങനെയാണോ നമ്മൾ സംരക്ഷിക്കുന്നത് അതിനനുസരിച്ചിരിക്കും കേട്ടോ. നമ്മൾ ഒട്ടും തന്നെ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചീര വേഗം അത് നശിച്ചു പോകും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ മാങ്ങയാണെങ്കിലും എല്ലാത്തിനും ഞാൻ ചെയ്യുന്ന ഒരു വളമാണ് ഞാനിവിടെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് എല്ലാത്തിനും, പച്ചക്കറിക്കാണെങ്കിലും ഇതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ചെടികൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ജൂൺ ജൂലൈ മാസത്തിൽ നമ്മൾ പ്രത്യേകം കെയർ കൊടുത്താൽ മാത്രമേ നമ്മൾ വിചാരിച്ച വിളവെടുപ്പ് നമുക്ക് ഓണം ആകുമ്പോഴേക്കും നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് നല്ലോണം പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഏകദേശം ഒരു 3-4 ദിവസമായ കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു 10 കപ്പ് അളവിലാണ് ഞാൻ കഞ്ഞിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എത്രയാണോ ചെടികൾ ആവശ്യമുള്ളത് അപ്പോൾ അതിനനുസരിച്ച് നമുക്കിതിൻ്റെ അളവും കൂട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് കപ്പാണോ എടുക്കുന്നത് അതിൻ്റെ ഒരു 10 ഇരട്ടി വെള്ളം നമ്മൾ കഞ്ഞി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ഫുള്ളായിട്ട് കടലപ്പിണ്ണാക്കാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കടലപ്പിണ്ണാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അല്ലേ. അതേപോലെ തന്നെ നമുക്ക് എല്ലുപൊടി, നമുക്ക് ചെടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് നമുക്ക് കാൽസ്യം. അപ്പോൾ നമുക്കത് കിട്ടാനായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യണം വെച്ചാൽ പെട്ടെന്ന് തന്നെ ചെടികൾക്ക് കാൽസ്യം കിട്ടാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നതും ഇങ്ങനെ ചെയ്യുന്നതും നല്ല വ്യത്യാസമുണ്ട്. പെട്ടെന്ന് തന്നെ ചെടികൾക്ക് ആഗിരണം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു കപ്പ് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുക. അപ്പോൾ
നിങ്ങളുടെ പച്ച ചാണകം ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതിയാവും. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് കഞ്ഞി വെള്ളത്തിൽ തന്നെ എന്തുകൊണ്ടാണ് മിക്സ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ വളത്തിൻ്റെ മെയിനായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് ചെടികൾക്ക് കിട്ടണമെങ്കിൽ, അതായത് നല്ല സൂക്ഷ്മജീവികൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ കഞ്ഞി വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നല്ല വളർച്ചയിൽ നമുക്ക് ചെടികളുടെ വേരോട്ടം അതുപോലെ പൂക്കാനും കായ്ക്കാനും ഒക്കെ തുടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെയാണ് നമുക്ക് ചാണകപ്പൊടിയിലാണ് വെച്ചാൽ ധാരാളം നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം അങ്ങനെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കിലും ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചെടികൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ്. നമ്മൾ ജൂലൈ മാസം ആയതുകൊണ്ട് തന്നെ നല്ല മഴയുള്ളതുകൊണ്ട് നമുക്ക് വെയിൽ വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളിൽ നല്ല പച്ച കളറ് കിട്ടുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നതിലൂടെ നമ്മുടെ മണ്ണിന് ആവശ്യമായ പോഷകങ്ങളെല്ലാം കൃത്യമായി കിട്ടുന്നത് കൊണ്ട് തന്നെ നന്നായി പൂക്കാനും കായ്ക്കാനും അതുപോലെ തന്നെ വേരുകൾ നന്നായി വളർച്ചയ്ക്കും എല്ലാത്തിനും ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഏകദേശം 2 ദിവസം വെച്ച് പുളിച്ചതിന് ശേഷമാണ് നമ്മളിതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം നല്ല പുളിച്ച കഞ്ഞിവെള്ളം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ദിവസം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മളിപ്പോൾ എത്രയാണോ എടുക്കുന്നത് അതിന് 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ. നമ്മൾ ഒരിക്കലും ഡയറക്റ്റായിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പം നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് നമുക്ക് പച്ചക്കറി ചെടികൾക്കൊന്നും മാത്രമല്ല, അപ്പം നമുക്ക് മൂച്ചിമരം ആണെങ്കിലും പ്ലാവാണെങ്കിലും നമ്മുടെ എന്ത് ഫ്രൂട്ടിൻ്റെ ചെടി ഉണ്ടെങ്കിലും നമ്മളിതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. നമ്മളിത് 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മസ്റ്റായിട്ടും ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കാരണം രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മാറണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനിതുപോലെ എൻ്റെ ചെടികൾക്കൊക്കെ ഞാൻ ഇടയ്ക്ക് ചെയ്യാറുള്ള ഒരു വളമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് കാശ് ചിലവ് കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല ആരോഗ്യത്തോടെയുള്ള ചെടികളായിരിക്കും നമുക്ക് കിട്ടുക. അപ്പം നമുക്ക് വെയിൽ കുറവായതുകൊണ്ട് മസ്റ്റായിട്ടും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല ഒരു കൃഷി രീതിയിലായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഓണത്തിന് നമുക്ക് പച്ചക്കറികളെല്ലാം വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കണം വെച്ചാൽ നമ്മൾ മസ്റ്റായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന സാധനമാണ് നമുക്ക് കഞ്ഞിവെള്ളമൊക്കെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ എടുത്ത് വയ്ക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ പയറാണെങ്കിലും ഇഞ്ചി ആണെങ്കിലും എല്ലാത്തിനും നല്ല മസ്റ്റായിട്ടുള്ള നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഗ്രോ ബാഗിൽ ഇഞ്ചി കൃഷി എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതുമാത്രമല്ല, ഞാൻ ചെടികൾക്ക് ചെയ്യേണ്ട ഒരുപാട് വളങ്ങളും സ്പ്രേ ഒക്കെ ഞാൻ എൻ്റെ ചാനൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും കയറി നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് ഇതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ. ബൈ, അസ്സലാമു അലൈക്കും.